ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ഫിക്സഡ് അസറ്റ് ചെയ്യാനാണ്. പക്ഷേ ഇതിൽ നമുക്ക് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ തന്നിട്ടുണ്ട്. റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം നമുക്ക് ചെയ്യാനാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കാം. എ പബ്ലിഷ്ഡ് റിപ്പോർട്ട് ഗീവ്സ് ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. A published report gives the following information. As on 1st January 2019 and 31st December 2019, plant and machinery at cost 1,80,000 and 2,50,000. Provision for depreciation on plant and machinery 50,000 and 60,000. The following information also is obtained. First, a machine purchased during 2019 for rupees 30,000 by issue of debentures. One machine costing rupees 40,000 on 1st January 2019 with an accumulated depreciation of 20,000 was sold for rupees 25,000. Prepare plant and machinery account and provision for depreciation account. അപ്പോൾ രണ്ട് ലെഡ്ജർ അക്കൗണ്ട് തയ്യാറാക്കേണ്ട, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടും പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടും. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ ഓപ്പണിങ്ങിൽ ഫസ്റ്റ് ഇയറിൽ 1,80,000 നെക്സ്റ്റ് ഇയറിൽ 2,50,000 ആണ്. ഓപ്പണിങ്ങും ക്ലോസിങ്ങും ആണ് തന്നിട്ടുള്ളത്. അതെ, ഓക്കെ. അപ്പോൾ അതിൽ ഡിഫറൻസ് വന്നിട്ടുണ്ട് അല്ലേ. പ്ലാന്റ് ആൻഡ് മെഷീൻ 1,80,000 ഉണ്ടായിരുന്നു, 2,50,000 ആയി. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് പർച്ചേസ് വന്നിട്ടുണ്ട്, പക്ഷെ അത് മാത്രമല്ല ഇവിടെ ഡിപ്രീസിയേഷനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിന് ഡിഫറൻസ് നേരിട്ട് നമുക്ക് പർച്ചേസ് ആണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നോക്കാം. ഇതിൽ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ 50,000 വെച്ചിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റ് ഇയറിൽ 60,000 നമ്മൾ ഡിപ്രീസിയേഷൻ പ്രൊവിഷൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ പറയുന്ന ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. മെഷീൻ പർച്ചേസ് ഡ്യൂറിങ് 2019 ഫോർ rupees 30,000 ബൈ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. നമ്മൾ ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ 30,000 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തത് ബൈ ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്. എങ്ങനെയാണ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട്? അപ്പോൾ അതായത് നമുക്ക് ക്യാഷ് അല്ല, നമ്മളിപ്പോൾ ഒരു അസറ്റ് വാങ്ങിയിട്ട് പകരം എന്താ കൊടുത്തിരിക്കുന്നത്, ഡിബഞ്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജേണൽ എൻട്രി എന്താ വരിക? ഒരു മെഷീൻ പർച്ചേസ് ചെയ്തു, പകരം നമ്മൾ ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്ത് വെച്ച ജേണൽ എൻട്രി മെഷീൻ അക്കൗണ്ട് ഡെപ്റ്റഡ് ടു ഡിബഞ്ചേഴ്സ് അല്ലേ. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറീനെ അത് എഫക്റ്റ് ചെയ്യില്ലേ, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിനെ? ഓക്കെ, അപ്പോൾ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ജേണൽ എൻട്രി നമ്മൾ പാസ് ചെയ്യണം. വൺ മെഷീൻ കോസ്റ്റിംഗ് rupees 40,000 on 1st January 2019 with accumulated depreciation 20,000 was sold for rupees 25,000. പിന്നെ ഒരു മെഷീൻ്റെ കോസ്റ്റ് 40,000 ആയിരുന്നു ഫസ്റ്റ് ജനുവരിയിൽ. അതിന് ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു 20,000 ആയിരുന്നു. അപ്പോൾ 40,000 വരുന്ന ഒരു അസറ്റ് മെഷീന്, അതിന് 20,000 ഡിപ്രീസിയേഷൻ ഉണ്ടായിരുന്നു. അത് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 25,000 രൂപയ്ക്ക് വിറ്റു. പ്രിപ്പയർ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ആൻഡ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. അപ്പോൾ രണ്ട് ലെഡ്ജർ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ 40,000 രൂപ വിലയുള്ള ഒരു അസറ്റ്, അതിൻ്റെ ഡിപ്രീസിയേഷൻ എത്രയായിരുന്നു? 20,000 രൂപയായിരുന്നു. അത് നമ്മൾ എത്ര രൂപയ്ക്ക് വിറ്റു? 25,000 രൂപയ്ക്ക് വിറ്റു. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ, നമുക്ക് ആ ഒരു സെയിൽ നടത്തിയത് നമുക്ക് ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായെന്ന് കൂടി നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. ഇത് നമ്മൾ ഈ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വലിയൊരു പ്രോബ്ലം വരുമ്പോഴാണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ വരുള്ളൂ. ചെറിയ പ്രോബ്ലത്തിലൊന്നും ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ് വരില്ല. പക്ഷേ ഇത് മനസ്സിലാക്കിയിരിക്കണം. നോക്കാം. അപ്പോൾ നമ്മൾ രണ്ട് അക്കൗണ്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ അക്കൗണ്ട് എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട്. സെക്കൻഡ് വൺ എന്താണ്? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിൽ ആദ്യം നമ്മൾ വേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് എത്രയാണ്? 1,80,000 ആണ്. ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡ് എഴുതുക? അസറ്റിന് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. അതുകൊണ്ട് ബാലൻസ് ബ്രോ ഡൗൺ ആണ് എപ്പോഴും. ഓപ്പണിംഗ് ബാലൻസ് പറഞ്ഞാൽ ബാലൻസ് ബ്രോ ഡൗൺ ആണ് ഉണ്ടാവുക. എത്രയാണ്? അതേപോലെ ലയബിലിറ്റീസിന് എപ്പോഴും ബ്രോ ഡൗൺ എവിടെ ഉണ്ടാവുക? അത് ലയബിലിറ്റീസിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് എവിടെ വരിക? ക്രെഡിറ്റ് സൈഡാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ അസറ്റാണ് പ്ലാന്റ് ആൻഡ് മെഷീനറി, അതുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ബ്രോ ഡൗൺ ആണ്. ഏത് സൈഡാണ്? ഡെബിറ്റ് സൈഡ് 1,80,000. അതേപോലെ ബാലൻസ് ക്യാരി ഡൗൺ, കുറച്ച് അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പേസ് വിട്ടിട്ട് നിങ്ങൾ എഴുതണം.
ബോർഡിൽ ചെയ്താലാണ് കുറച്ചുകൂടി ക്ലിയർ ആവുക. എന്തായാലും മനസ്സിലാക്കുക. ആദ്യം നമ്മൾ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതി വയ്ക്കുക. നമുക്ക് അറിയണ കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ തന്നത്. ഇടയിൽ കുറച്ച് സ്പേസ് വിടണം. ക്ലോസിംഗ് ബാലൻസ് എത്രയാണ്? 2,50,000 ആണെന്ന് അറിയാം. ഇനി നമ്മൾ അസറ്റുമായി ബന്ധപ്പെട്ട് അറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്. അതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഒരു മെഷീന് നമ്മൾ വാങ്ങിച്ചു, അല്ല ഒരു മെഷീൻ നമ്മൾ വിറ്റു എന്ന് പറയുന്നുണ്ട് അല്ലേ. ആ വിറ്റ മെഷീന് നമുക്ക് എങ്ങനെ വിറ്റത് എങ്ങനെയാണ്, അതിന് ഡിപ്രീസിയേഷൻ എത്രയാണ് തന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മെഷീൻ സെയിൽ നടത്തിയതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കാം. അതുകൂടി നമുക്കിവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യാനുണ്ട്. നോക്കാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞു എത്ര രൂപയുടെ മെഷീനായിരുന്നു? 40,000 രൂപയുടെ മെഷീനാണ് നമ്മൾ വിറ്റത്, സെയിൽ നടത്തിയത്. അതിന് നമുക്ക് എത്ര ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ടായിരുന്നു? 20,000 രൂപ ആ വിറ്റ മെഷീന് ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ അത് വന്നിട്ടുണ്ട്. ഓക്കെ, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എത്രയാണ്? 20,000 ആണ്. അത് ആ അസറ്റിന് വന്നിട്ടുണ്ട്, അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അത് നമ്മൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ലെഡ്ജറിൽ നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണത്. പിന്നെന്താണ്? റിട്ടേൺ ഡൗൺ വാല്യൂ എത്ര വന്നു? അപ്പോൾ 40,000 രൂപയായിരുന്നു അതിൻ്റെ കോസ്റ്റ്. അതിന് എത്ര കുറഞ്ഞു? 20,000 രൂപ എന്ത് വന്നിട്ടുണ്ട്? ഡിപ്രീസിയേഷൻ വന്നിട്ടുണ്ട് അസറ്റിന്. പിന്നെ എന്താണ്? അപ്പോൾ ബാക്കി എത്ര വന്നു? 20,000 രൂപ ബാലൻസ് വന്നു അല്ലേ. പിന്നെന്താണ്? പിന്നെ അത് എത്ര രൂപയ്ക്കാണ് വിറ്റ്? അപ്പോൾ ശരിക്കും ഇപ്പോൾ അതിൻ്റെ വില എത്രയാണ്? 40,000 രൂപയുടെ ഒരു അസറ്റ്, അതിന് ശരിക്കും 20,000 രൂപ ഡിപ്രീസിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ശരിക്കും റിട്ടേൺ ഡൗൺ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 രൂപയാണ്. ഇനി നമ്മളത് വിറ്റപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി? 25,000 രൂപ കിട്ടി. ഓക്കെ, അപ്പോൾ ബാലൻസ് എത്രയാണ്? നമുക്ക് 5,000 രൂപ ബാലൻസ് എന്താണ്? ലാഭമാണ് അല്ലേ. അപ്പോൾ ഒരു ബിസിനസ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ഈ ഒരു സെയിൽ നിന്ന് നമുക്ക് ലാഭം ഉണ്ടായിട്ടുണ്ട്. ഈ ലാഭം നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ് പറയുക. അതെങ്ങനെയാണ് വന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് എങ്ങനെ വന്നു? പ്ലാന്റ് ആൻഡ് മെഷീനറി സെയിലിലൂടെയാണ് വന്നത്. അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ സെയിൽ എവിടെ കാണിക്കണം? ക്യാഷ് അക്കൗണ്ട് എന്നല്ല കാണിക്കേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു, സാധാരണ സെയിൽ വരുമ്പോൾ അങ്ങനെയാണ് അല്ലേ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്കാം, വീണ്ടും നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ലെഡ്ജർ അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പ്രോഫിറ്റ് ഓൺ സെയിൽ എന്ന് പറഞ്ഞിട്ട് എവിടെ വേണം? ഡെബിറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എത്രയാണ്? 5,000 റുപ്പീസ് ഡെബിറ്റ് സൈഡിൽ. അപ്പോൾ രണ്ടെണ്ണം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഉള്ളത് എന്താണ്? പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വാങ്ങിയിട്ടുണ്ട് നമ്മൾ എന്താണ്? ഒരു അസറ്റ് നമ്മൾ വാങ്ങിച്ചു, പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങി. എത്ര രൂപയുടെയാണ്? 30,000 രൂപയുടെയാണ് വാങ്ങിയത്. പകരം നമ്മൾ എന്താണ് ഇഷ്യൂ ചെയ്തത്? ഡിബഞ്ചേഴ്സാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ സാധാരണ നമ്മൾ ഒരു അസറ്റ് വാങ്ങുമ്പോൾ ജേണൽ എൻട്രി എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് ആണ്. ഇവിടെ ജേണൽ എൻട്രി എന്താ വരിക? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് ഡെപ്റ്റർ ടു ഡിബഞ്ചേഴ്സ്. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിൽ എന്ത് എഴുതണം? ടു ഡിബഞ്ചേഴ്സ് എഴുതണം. എത്രയാണ്? 30,000 രൂപ. ഇനി നമ്മൾ ഒരു മെഷീൻ വിറ്റു എന്ന് പറഞ്ഞു അല്ലേ. ആ മെഷീന് നമ്മൾ ഡിപ്രീസിയേഷൻ വരുന്നുണ്ട്. ആ ഡിപ്രീസിയേഷൻ വരുമ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എന്താണ്? അക്യുമുലേറ്റഡ് ഡിപ്രീസിയേഷൻ വന്നു എന്ന് പറഞ്ഞു അല്ലേ. പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടാണ് ജേണൽ എൻട്രി വരിക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിൽ ബൈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഏതിൻ്റെ ഡിപ്രീസിയേഷൻ? നമ്മൾ സെയിൽ നടത്തിയിട്ടുള്ള ആ അസറ്റിൻ്റെ ഡിപ്രീസിയേഷൻ എവിടെ എഴുതണം? ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടിൽ എഴുതണം. പിന്നെ നമ്മൾ സെയിൽ നടത്തിയപ്പോൾ നമുക്ക് എത്ര രൂപ ക്യാഷ് കിട്ടി? 25,000 രൂപയാണ് ക്യാഷ് കിട്ടിയത്. നമ്മൾ ലാഭമാണ് എവിടെ എഴുതിയത്? നമ്മൾ ഇവിടെ എഴുതിയത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയത് ലാഭമാണ്, പ്രോഫിറ്റാണ് കേട്ടോ. നമ്മൾ എത്ര രൂപയാണ് നമുക്ക് സെയിൽ ക്യാഷായിട്ട് കിട്ടിയെന്ന് വെച്ചാൽ അത് നമ്മൾ എഴുതേണ്ടത് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താ ജേണൽ എൻട്രി? പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ട് അല്ലേ. അപ്പോൾ ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 25,000. ഓക്കെ, ഇനി നമുക്ക് ബാലൻസ് ചെയ്യാം. ഈ ബാലൻസ് ഫിഗർ നമ്മൾ എത്ര വന്നു? ഈ ഏറ്റവും ലാസ്റ്റ് ക്യാഷ് 80,000 രൂപ എന്താണ് ബാലൻസ് വന്നത്? നമ്മൾ എന്തായിട്ട് എടുക്കണം? പർച്ചേസ്. നമ്മൾ ക്യാഷ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാഷല്ലേ കൊടുക്കുക. ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ആയിട്ട് എടുക്കുക.
അപ്പോൾ നമ്മൾ പുതിയ പ്ലാന്റ് ആൻഡ് മെഷീനറി വാങ്ങി. അപ്പോൾ 80,000 രൂപ. ബാലൻസ് ഡെബിറ്റ് സൈഡ് ബാലൻസ് വന്ന അതിൻ്റെ അർത്ഥം നമ്മൾ എന്താണ്, അസറ്റിൻ്റെ വാല്യൂ കൂടുതലാണ് അല്ലേ, ക്ലോസിംഗ് ബാലൻസ് കൂടുതലാണ് ഓപ്പണിംഗ് ബാലൻസിനേക്കാൾ. അപ്പോൾ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും എന്താണ് കൂടുതലാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, നമ്മൾ കൂടുതൽ അസറ്റ് വാങ്ങിയിട്ടുണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക, ഡെബിറ്റ് സൈഡാണ് ബാലൻസ് ഫിഗർ വരുന്നതെങ്കിൽ, ഓക്കെ, അതായത് ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ പർച്ചേസ് ആയിരിക്കും, ഡെബിറ്റ് സൈഡാണ് കൂടുതൽ വരുന്നതെങ്കിൽ നമ്മൾ സെയിലായിരിക്കും. അപ്പോൾ പർച്ചേസ് ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി വരുമ്പോൾ എവിടെ എഴുതണം, ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുക. അതേപോലെ സെയിലാണ് വരുന്നത് വെച്ചാൽ ക്രെഡിറ്റ് സൈഡാണ് വരിക. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പർച്ചേസാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് 80,000 ബാലൻസ് ഫിഗർ പർച്ചേസ് ആയിട്ട് എടുത്തു. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്ന പ്രൊവിഷൻ ഫോർ എന്താണ്, ഡിപ്രീസിയേഷൻ്റെ ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിൽ നമ്മൾ ഈ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും എഴുതണം. എന്താ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഏത് സൈഡാണ് വരിക? പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, അത് ക്രെഡിറ്റ് ബാലൻസ് ആണ്, അതുകൊണ്ട് അതിന് എപ്പോഴും ഓപ്പണിംഗ് എവിടെ വരിക, ക്രെഡിറ്റ് സൈഡാണ് വരിക. ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 50,000. അതേപോലെ ബാലൻസ് ക്യാരി ഡൗൺ എവിടെ വരിക, ഡെബിറ്റ് സൈഡാണ് 60,000. അത് നമ്മൾ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എഴുതി വയ്ക്കുക. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾ ജേണൽ എൻട്രി നോക്കുക. ഇവിടെ ഒരു പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ ഒരു എൻട്രി വന്നിട്ടുണ്ട് അല്ലേ, അതായത് 20,000, അതായത് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് അപ്റ്റഡ് ടു പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ് വരിക. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ എന്ത് എഴുതണം, ടു പ്ലാന്റ് ആൻഡ് മെഷീനറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഷീൻ്റെ 20,000 നമ്മൾ സെയിൽ നടത്തിയിട്ടുള്ള മെഷീൻ്റെ ആ ഡിപ്രീസിയേഷൻ ഈ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ കാണിക്കണം. അതാണ് 20,000. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പണിങ്ങിൽ വേറെ ഒന്നുമില്ല, 2 ഐറ്റമേ ഉള്ളൂ അല്ലേ, ഒരു ഐറ്റമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ക്ലോസ് ചെയ്യാം. അപ്പോൾ ക്ലോസ് ചെയ്യുമ്പോൾ ബാലൻസ് ഫിഗർ വരും. ഈ ബാലൻസ് ഫിഗർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് നമ്മൾ മാറ്റണം. 30,000 രൂപ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണിക്കണം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിഗർ എവിടെ കാണിക്കണം, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇതാണ് പ്രൊവിഷൻ ഫോർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അവിടെ നമ്മൾ കാണിച്ചിരിക്കണം. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ 2 ലെഡ്ജർ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം നമ്മൾ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ലെഡ്ജർ ഉണ്ടാക്കുക. ദെൻ അതിൽ നമ്മൾ ഈ സെയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊരു ചെറുതായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഇതുപോലെ കാണിക്കുക. എന്നിട്ട് നമ്മൾ പ്രോഫിറ്റോ ലോസോ ഉണ്ടോ നോക്കുക. പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ് വരും, ലോസ് ആണെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡ് വരും. പിന്നെ അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഉണ്ടാക്കുക. ദെൻ അത് ബാലൻസ് ചെയ്യുക. ഈ ബാലൻസ് ഫിഗർ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുക. ഈ പ്രോബ്ലം നന്നായി ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ.